വീണ്ടും വയനാട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസികളുടെ കുടിൽ പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മാനന്തവാടി ഡിഎഫ്ഒയും വയനാട് കളക്ടറും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. മിഥില ബാലൻ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥില, എന്താണ് വിവരങ്ങൾ? ഈ അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഇവർക്ക് കുടിൽ നിർമ്മിച്ചു നൽകും, ഇന്ന് തന്നെ നിർമ്മിച്ചു നൽകും എന്നുള്ള കാര്യം വനംവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. അതിലെന്തെങ്കിലും നടപടികൾ ഇന്നുണ്ടായിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഒരു ഭാഗത്തുണ്ടാവുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ് മിഥില? റിജിത്ത്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത എന്നത് ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. മാനന്തവാടി ഡിഎഫ്ഒ, വയനാട് ജില്ലാ കളക്ടർ എന്നിവരോട് 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ആദിവാസികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കുടിൽ നിർമ്മിക്കുന്ന നടപടി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുടിൽ പൊളിച്ച സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഇവർക്ക് ഇത്തരത്തിൽ കുടിൽ നിർമ്മിച്ചു നൽകും എന്നായിരുന്നു. എന്നാൽ അവിടെയല്ല ഇപ്പോൾ നിർമ്മിച്ചു നൽകുന്നത്. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിൽ നിർമ്മിച്ചു നൽകുന്നത്. ഇന്ന് തന്നെ ഈ കുടിൽ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അവർ ഉള്ളത് വനംവകുപ്പിന്റെ ഡോർമെട്രിയിലാണ്. രജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.